പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യും, നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് അവരോട് പറയണം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വചനമാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. അവരോട് പറയുകയാണ്, ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യും. ദൈവജനത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് ദൈവം ആരാണ്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന ദൈവം ആരാണെന്ന് അവരെ ഒന്നുകൂടെ ഓർപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇന്ന് പൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന മത്സര സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് വ്യക്തമായ ബോധമുണ്ടോ? ദൈവത്തെ ഉള്ളതുപോലെ അറിയാൻ നാം ശ്രമിച്ചാൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. ഇവിടെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ് ദൈവം അവർക്ക് ആരാണ്. ഒന്ന്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നവനാണ്. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നു. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രു ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. നമുക്കൊരു പ്രതികൂലമുണ്ടെങ്കിൽ ആ പ്രതികൂലത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ശത്രു നമ്മെ ചുറ്റും വലയം വെച്ച് നമ്മെ അകത്തിടുവാൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടിൽ നിന്നും നമ്മെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മളൊന്നും യുദ്ധം ചെയ്യണ്ട, നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി. യുദ്ധവീരനായ യഹോവ നമ്മുടെ കൂടെയുണ്ടോ? നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവമല്ലാതെ വേറെ ആരും നമുക്ക് വേണ്ട. ദാവീദ് യുദ്ധം ചെയ്യാൻ മുൻപോട്ട് പോയപ്പോൾ ദാവീദിന്റെ കൂടെ ആരുമില്ലായിരുന്നു. ദാവീദ് ഒറ്റയ്ക്കാണല്ലോ ആദ്യം ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോയത്. പക്ഷെ താൻ ഒറ്റയ്ക്ക് പോകുമ്പോഴും താൻ പോയത് ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലാണ്. ദൈവം ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തത് കൊണ്ടാണ് ദാവീദിന് ഒരു ജയം ലഭിപ്പാൻ സാധിച്ചത്. അപ്പോൾ ഒന്ന്, ദൈവം ആരാണ്? ഇവിടെ പറയുന്നു ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യും. 2, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം യുദ്ധം ചെയ്യുക മാത്രമല്ല, യുദ്ധത്തിൽ കൂടെ നമ്മെ വിജയിപ്പിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ്. പിശാച് നമ്മളെ പിടിച്ച് അവന്റെ ചങ്ങലയിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുക. പിശാചിന്റെ തലയെ തകർത്ത് ദൈവം നമ്മളെ അവിടെ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ്. അപ്പൊ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു പ്രധാന ഈ എയിം എന്ന് പറയുന്നത്, പ്രധാനമായി നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ദൈവത്തിന്റെ കരം നമ്മെ രക്ഷിക്കത്തക്ക നിലയിൽ ബലമുള്ളതാ. പ്രിയപ്പെട്ടവരെ, നാം എത്രയധികം കഠിനമേറിയ പ്രതികൂല സാഹചര്യത്തിലായിരുന്നാലും, പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നില്ലേ? പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നില്ലേ? അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ അനേകർ, യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ എത്രയോ പ്രതികൂലത്തിലൂടെ പോയത്. പൗലോസിന് എത്രയോ ആപത്തുകളാ വന്നത്. പക്ഷേ ആപത്തുകളിൽ നിന്നൊക്കെ കരം പിടിച്ചുയർത്തിയ ഒറ്റ കർത്താവേ ഉള്ളായിരുന്നു. അത് പൗലോസ് ആശ്രയിച്ച ദൈവം മാത്രമാണ്. അപ്പം യുദ്ധവീരനായ ദൈവം. 2, നമ്മെ രക്ഷിക്കുന്ന ദൈവം. 3, പറയുന്നു നിങ്ങളോടുകൂടെ പോരുന്ന ദൈവം. നമ്മളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് യേശു കർത്താവ് വേറെ എങ്ങും മാറി പോകുന്നില്ല, നമ്മുടെ കൂടെ പോരും. ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ യേശു നിർബന്ധിച്ച് പറഞ്ഞു വിട്ട ശേഷം യേശു വെറും മറുകരയിലിരുന്ന് സുഖമായിട്ടിരിക്കുന്നല്ലായിരുന്നു. വരാൻ പോകുന്ന തന്റെ ശിഷ്യന്മാർക്ക് വരാൻ പോകുന്ന പ്രതികൂലത്തിന്റെ കാറ്റിനെ മുൻകൂട്ടി കണ്ടതായ കർത്താവ് തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ച് ബലപ്പെട്ട്
താൻ മുൻപോട്ട് ശിഷ്യന്മാർ പോയ വഴിയെ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ യുദ്ധവീരനായ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ആർക്കും രക്ഷിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കാൻ പോകുകയാണ്. ആർക്കും കൂടെ വരുവാൻ കഴിയാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മുടെ കൂടെ വരികയാണ്. ജയിലിന്റെ ഉള്ളറയിലേക്ക്, ഹോസ്പിറ്റലിന്റെ ICUവിലേക്ക്, നിന്റെ രോഗക്കിടക്കയിലേക്ക്, നീ തകർന്നിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. ദൈവം നിന്നെ രക്ഷിപ്പാൻ പോകുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇസ്രായേലിനെ അതിശയകരമായി രക്ഷിച്ച് വിടുവിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ രക്ഷിക്കും. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏകനാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിത്യരക്ഷയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തില സകല പൈശാചിക ബന്ധനങ്ങളിൽ വിടുതൽ ലഭിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം ചില ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കാൻ പോവുകയാണ്. ശത്രു നമ്മെ വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ച് രോഗമിട്ട് സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടുവന്നിട്ട് മാനസികമായി തളർത്തിയിട്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ നിന്നും ദൈവം നമ്മെ കരേറ്റി കൊണ്ടുവരാൻ പോവുകയാണ്. ദീർഘവർഷങ്ങൾ ഭൂതം ബാധിച്ച് കല്ലറവാസിയായിരുന്ന മനുഷ്യനെ ഭൂതത്തെ പുറത്താക്കി വസ്ത്രം ധരിപ്പിച്ച് തന്റെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ട കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മേലും അത്ഭുതം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക ദൈവമക്കളെ. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ രക്ഷിക്കും. ദൈവം നിങ്ങളുടെ കൂടെ വരും. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വിശ്വസിക്കുക, നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തോട് പറയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.